ക്ലീൻ കേരള കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണമെന്ന് തീട്ടൂരമിറക്കി സംസ്ഥാന സർക്കാർ. പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രൊജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഉത്തരവ്. വൃത്തി കോൺക്ലേവിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ ഫണ്ടുകളിൽ നിന്ന് സർക്കാർ കൈയിട്ട് വാരുന്നത് 8 കോടിയോളം രൂപ. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ക്ലീൻ കേരളയുടെ പേരിൽ വലിയ കൈയിട്ടുവാരലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് എന്നുള്ളതാണ് ഈ കോൺക്ലേവിന്റെ പൂർണ്ണമായ പേര്. ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ കോൺക്ലേവ് നടത്തുന്ന കാര്യം നേരത്തെ ജനൻ TV വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഫണ്ട് പിരിച്ചുകൊണ്ട് ഈ പരിപാടിക്കായി ചെലവ് വരുന്ന 8 കോടിയിലധികം രൂപ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരു നീക്കം. അതിനുള്ള ഉത്തരവും സർക്കാർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 25,000 രൂപ മുതൽ കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് 2 ലക്ഷം വരെയൊക്കെ എന്ന രീതിയിൽ കോട്ട നിശ്ചയിച്ചുകൊണ്ടുള്ള പിരിവിനാണ് സർക്കാർ നീക്കം തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള ഉത്തരവിൽ പ്ലാൻ ഫണ്ടുകളിൽ നിന്ന്, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടുകളിൽ നിന്നും ഒപ്പം മറ്റ് തനത് ഫണ്ടിൽ നിന്നും ഗ്രാന്റുകളിൽ നിന്നുമൊക്കെ തുക കണ്ടെത്തുക എന്നുള്ളതായിരുന്നു സർക്കാർ നൽകിയ നിർദ്ദേശം. ഇത് നേരത്തെ തന്നെ സമാനമായ രീതിയിൽ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പ്രാദേശിക തലങ്ങളിൽ നിന്ന് സംഘാടക സമിതിക്ക് പണം കൈമാറണമെന്ന ഉത്തരവൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ ഇടയിലാക്കിയിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവ് കൂടി ഇറക്കിയിരിക്കുകയാണ്. ജിയോ പ്രോജക്റ്റായി കണക്കാക്കി ഈ പദ്ധതിക്ക് പണം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നിർബന്ധമായും പണം അനുവദിക്കണം എന്നുള്ള രീതിയിൽ സർക്കാർ ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടും എതിർപ്പുകൾ ഉണ്ടായിട്ടും ഈ പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ക്ലീൻ കേരള കോൺക്ലേവ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അടുത്ത കാലത്താണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടു തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനം സംസ്ഥാന സർക്കാർ കേട്ടത്. ആ വിമർശനങ്ങൾ കേട്ട് അതിൻ്റെ ചൂടാറും മുൻപ് തന്നെ കേരളത്തിന്റെ മാലിന്യ സംസ്കരണ നീക്കങ്ങളിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ എന്ന പേരിൽ ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുന്നതും ഒരു വിരുദ്ധത അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യാത്മകത തന്നെയാണ് എന്ന് പറയേണ്ടി വരും. മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ പല ഘട്ടത്തിലും കേൾക്കേണ്ടി വന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് ആമേടഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പലവട്ടം ചർച്ച ചെയ്തു. അക്കുളം കായലിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പലയിടത്തും ഈ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. പല മഴക്കാലപൂർവ്വ ശുചീകരണത്തിനടക്കം കൃത്യമായി പണം നൽകാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ നീക്ക പ്രവർത്തനങ്ങൾ പലയിടത്തും തടസ്സപ്പെടുത്തിയ അതേ സർക്കാർ തന്നെ ആ സർക്കാരിന്റെ ഈ പറയുന്ന രീതിയിലുള്ള വാഴ്ത്തുപാട്ട് പാടാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് തന്നെ കൈയിട്ട് വരുന്ന ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഈ വൃത്തി കോൺക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺക്ലേവിന് വേണ്ടി ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനങ്ങൾ. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾ സംഘാടക സമിതികൾക്ക് പണം കൈമാറണമെന്നുള്ള നിർദ്ദേശമൊക്കെ സർക്കാർ നൽകിയത്. അത് സംബന്ധിച്ച് പ്രതിപക്ഷമടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ട് വരാനുള്ള ഒരു നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പണം 8 കോടി രൂപയോളമാണ് വൃത്തി കോൺക്ലേവിനായി സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതിന് മുകളിലേക്കാണ് സർക്കാർ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. 8,13,00,000 രൂപ ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമായി സർക്കാർ പിരിച്ചെടുക്കും. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ പണം നൽകിയാൽ മാത്രം പോരാ, ഇതിനും പുറമെ മറ്റ് ചിലവുകളും തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഈ 8,13,00,000 പുറമെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഒപ്പം രാഷ്ട്രീയ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർക്കൊക്കെ അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭത്തയൊക്കെ കൊടുക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ വൃത്തി കോൺക്ലേവിന് മുന്നോടിയായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനും പണം ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകളിൽ നിന്ന് തന്നെ കണ്ടെത്തണമെന്നുള്ളതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരു കൃത്യമായ കോട്ട നിശ്ചയിച്ച് പണം പിരിക്കുന്നത് മാത്രമല്ല, കൂടുതൽ ഭാരം ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുകളിലേക്ക് സർക്കാർ ഇടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒപ്പം തന്നെയാണ് മറ്റ് നിരവധി, നേരത്തെ നമ്മൾ കുറച്ചു കാലം മുൻപ് ചർച്ച ചെയ്തതാണ് വിനോദ്. കാരണം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ട് സർക്കാർ നൽകാതെ
നൽകാത്തത്, വകയിരുത്തിയ ഫണ്ട് ട്രഷറിയിൽ നിന്ന് റിലീസ് ചെയ്ത് നൽകാത്തതൊക്കെയായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. പലപ്പോഴും ഈ കിട്ടേണ്ട ഫണ്ടിന്റെ 60%, 40% ഒക്കെ മുടങ്ങിക്കിടക്കുന്ന പല വാർത്തകളും പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ ആകെ ഞെരുക്കി അവരുടെ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് പോലും പണം നൽകാതിരിക്കുന്ന സർക്കാർ വീണ്ടും അവരുടെ ഫണ്ടിൽ നിന്നുകൂടി, എല്ലാ ഫണ്ടുകളിൽ നിന്നുകൂടി കൈയിട്ട് വരാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഫണ്ട് നൽകാതിരിക്കുന്ന സർക്കാർ, ആ സർക്കാർ മാലിന്യ നീക്കമടക്കമുള്ള വിഷയങ്ങളിൽ പരാജയപ്പെട്ടു പോയ സർക്കാർ സംസ്ഥാനത്ത് മാലിന്യ നീക്കത്തിൽ വലിയ നേട്ടം കൈവരിച്ചു എന്ന രീതിയിൽ ഇത്തരമൊരു സെമിനാർ, ഇത്തരമൊരു കോൺക്ലേവ് നടത്തുന്നത് തന്നെ തെറ്റായ നടപടിയാണ്, അല്ലെങ്കിൽ ഒരു വിമർശനം കേൾക്കേണ്ട ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അത്തരമൊരു നീക്കമാണ് എന്നതൊക്കെ അടക്കമുള്ള വിമർശനങ്ങൾ എന്തായാലും ഉയർന്നു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ഉത്തരവുകൾ സർക്കാർ പുറത്തിറക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പണം നൽകാൻ ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ വാഴ്ത്തുപാട്ടായി മാറാൻ പോകുന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസിൻ്റെയൊക്കെ വിവിധ പഞ്ചായത്തുകളിൽ ഭരിക്കുന്ന, കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ പണം കൈമാറുമോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളുമായി മാറുന്നതായിരിക്കും. വിനോദ്.